അങ്ങനെ ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഉടുപ്പി അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരെ അമ്പലത്തിനകത്ത് കയറിയുള്ളൂ, ബാക്കിയുള്ളവർക്ക് വെളിയിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ വെളിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ നല്ലൊരു ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അമ്പലത്തിൽ. അപ്പോൾ കൺസ്ട്രക്ഷൻ ആയാലും എല്ലാം വളരെ മനോഹരമായിരുന്നു. ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്നൊരു പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടുത്തെ കുറേ ഫോട്ടോസും മറ്റും എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാൽപ്പേ ബീച്ച് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ ബസ് വന്നിറങ്ങി. അപ്പോൾ എല്ലാവരും ഇതുപോലെ കുറച്ച് പേരൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്, ചില ആൾക്കാരൊക്കെ ഫസ്റ്റ് ടൈം കാണുന്നത്, കൂടുതൽ ആൾക്കാരും ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ ഉൾപ്പെടെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വേറെ ഉണ്ട്. അപ്പം നമ്മൾ അവിടേക്ക് പോകണമെങ്കിൽ തന്നെ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഒരു ബോട്ട് വരും, ബോട്ടിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പം നമ്മൾ ആ ബോട്ടുള്ള പ്ലേസിലേക്ക് ഞങ്ങൾ പോകുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം ബോട്ടിങ്ങിന് വേണ്ടിയുള്ള പ്ലേസിലേക്ക് ഞങ്ങൾ ചെന്നു. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കറക്റ്റ് കംപ്ലീറ്റ് ആൾക്കാർ ഫില്ലായാലും അവർ ബോട്ടിങ് തുടങ്ങത്തുള്ളൂ. അപ്പം ഞങ്ങളെല്ലാവരും പല പ്ലേസിലൊക്കെ ആയിട്ടിരുന്നു. അപ്പം കുറച്ച് നിൽക്കുമ്പോൾ കടലൊക്കെ ഒരുപാട് ഫിഷസിനെ കാണാൻ കേട്ടോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിഷസ് ഫസ്റ്റ് ടൈം കാണുന്ന കേട്ടോ. അപ്പോൾ അതിനെയൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും. അപ്പോൾ കാണാനൊക്കെ നല്ല രസമാണ്. ഷിപ്പുകൾ, ബോട്ടുകൾ, പ്ലേസസ്, അങ്ങനെ ടോട്ടൽ ഡിഫറെൻറ്റ്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ പോകുന്നത് ബീച്ചിലേക്കാണ്. അപ്പം കടലിലെ കുറച്ച് പ്ലേസ് കഴിഞ്ഞിട്ടാണ് ഈ ബീച്ച് വരുന്നത്. അപ്പോൾ അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ഈ ബോട്ടിൽ പോയതിന് ശേഷം നമ്മൾ വേറൊരു ഷിപ്പ്, ചെറിയൊരു ബോട്ട് വരും അവിടെ. കാരണം എന്ന് വെച്ചാൽ ഇതിലിപ്പോൾ വലിയൊരു ബോട്ടാണ്. അപ്പോൾ ഇത് ആ തീരത്തേക്ക് നമുക്ക് ചെല്ലാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പകുതി എത്തുമ്പോഴേക്കും വേറൊരു ചെറിയ ബോട്ട് വരും, അതിൽ നമ്മൾ കയറിയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ വന്ന ബോട്ടിൽ ഇതുപോലെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പേടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം വേറൊരു വൈബ്. അപ്പോൾ എല്ലാവരും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് കുറച്ച് നേരം അതിൽ സ്പെൻഡ് ചെയ്തു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ മറ്റേ ചെറിയ ബോട്ട് വരുവേ, അപ്പോൾ അതിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ കുഞ്ഞു ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മുടെ ലൈഫ് ജാക്കറ്റൊക്കെ അവിടെ നമ്മൾ ഊരി കൊടുക്കും. അതിന് ശേഷം ഈ ബോട്ടിലേക്ക് നമ്മൾ കയറും. അപ്പം ഞങ്ങളെല്ലാവരും കയറിയിരുന്നു. അപ്പോഴേ ഇത് കാരണം ഇത് നമ്മുടെ ബീച്ചിൻ്റെ സൈഡിൽ വരെ എത്തും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇതിലേക്ക് കയറുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിൽ കയറിയിരുന്നു. അപ്പോൾ അതിനുശേഷം ബീച്ചിലേക്ക് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇറങ്ങുമ്പോൾ ഇത് സൈഡിൽ വന്നിട്ട് നമ്മൾ കടലിലോട്ട് കയറണം. അപ്പം നമ്മൾ ചെരുപ്പുകളൊക്കെ എല്ലാവരും ഒരു കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കടലിലോട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചെറിയ ആഴമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ പോകേണ്ടി വരുന്നത്. അപ്പം എല്ലാവരും അവിടെ ഇറങ്ങിയ ശേഷം പിന്നീട് ഇതിനകത്ത് അപ്പുറത്തെ വശത്തായിട്ടാണ് നമ്മുടെ മാൽപ്പേ ബീച്ച് വരുന്നത്. അങ്ങനെ പിന്നെ ബീച്ചിലെത്തുമ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട് കേട്ടോ. പല രാജ്യത്ത് നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുപോലെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. അതായത് നമുക്ക് അവിടെ വെച്ചപ്പോൾ ഐസ്ക്രീംസും മറ്റുമൊക്കെ നമുക്ക് കഴിക്കണം തോന്നുന്നു. അതെല്ലാം അതിനുള്ള ഷോപ്പെല്ലാം അവിടെ ഉണ്ട്. അതുപോലെ ചെറിയ ജ്യൂസിൻ്റെ ആയാലും അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പം കുറേ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ടൈം ഇച്ചിരി അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് ചെല്ലണം തിരിച്ച്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ എല്ലായിടത്തും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഭാഗത്തൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം കടലിൽ പോയി നിന്നു. അപ്പം വെള്ളമാണെങ്കിൽ നല്ല തണുപ്പായിരുന്നു വെള്ളത്തിന്. അപ്പോൾ ഇപ്പോൾ ടൈം ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അപ്പം ആ ഒരു ടൈമിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ടൈമിൽ കടലിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ചെറിയ ഷെല്ലുകൾ കിടപ്പുണ്ട്. അപ്പം ഞാൻ കുറേ ഷെല്ലുകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിഫറെൻറ്റ് ഷെല്ലുകൾസ് എല്ലാം. അപ്പം അത് നമ്മുടെ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഒത്തിരി എണ്ണം കിടപ്പുണ്ട്. അപ്പോൾ അതിൽ കുറേ എണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇപ്പുറത്തൊരു റോക്ക് ഉണ്ടായിരുന്നു, അതിന് മേളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുന്നതിന് മറ്റുമായിട്ട് ഇവിടെ ഒരുപാട് പേര് വരുന്ന കേട്ടോ ഇവിടെ. അപ്പം അതിനവിടെ നിന്ന് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു കുഞ്ഞു ഞണ്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരെണ്ണത്തിൻ്റെ കടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിന് ശേഷം അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ആ ചെറിയ ബോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ നമ്മളെ തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. കറക്റ്റ് 12:30 കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും തിരിച്ച് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കറക്റ്റ് സമയപ്പം ഞങ്ങളെല്ലാവരും ഐലൻഡിൽ നിന്ന് തിരിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ ബോട്ടിൽ കയറാൻ വേണ്ടി അവരെല്ലാവരും വന്നിട്ട് അവർ പോവുള്ളൂ. കാരണം ഇങ്ങോട്ട് വന്നപ്പോൾ എത്ര പേരുണ്ടായിരുന്നു ആ ബോട്ടിൽ, അതായത് പല ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരെല്ലാം തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറുന്നപ്പോൾ ബോട്ട് തിരിച്ചു പോയി. അപ്പോൾ അതിന് ശേഷം മറ്റേ വലിയ ബോട്ട് വന്നു. അടുത്തുള്ള വരുന്നത് നമ്മുടെ ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ബീച്ചിലേക്ക്, കാരണം ഇപ്പോൾ തന്നെ നല്ല വെയിലുണ്ട സമയത്ത്. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞ പോലെ ചൂട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പൊതുവേ ഞാൻ ഇറങ്ങിയിട്ടില്ലായിരുന്നു. കുറച്ച് പേര് പോയി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബീച്ച്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ബസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് നൈറ്റൊക്കെ ആയപ്പോഴേക്കും ബസ്സിൽ കാന്താര സിനിമ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനുശേഷം ബസ് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം കണ്ടിന്യൂസ് ട്രാവൽ ആയതുകൊണ്ട് ഇടയ്ക്കൊരു ബ്രേക്കിന് വേണ്ടി നിർത്തുന്നതാണ്. കാരണം അത്രയും നേരം നമ്മൾ ലോങ് ടൈമിൽ ഇരിക്കുന്നതല്ലേ. അപ്പോൾ ഒരു റിലാക്സേഷൻ എന്ന പോലെ ബസ് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് ചായ കുടിക്കുകയും അതിനൊക്കെ ആയിട്ട് അപ്പുറമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ Day 2 ഇത്രയേ ഉള്ളൂ. ബൈ.